ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഡൈനോസർകാരുട്ട ഒരു ബോംബിനെ కుర్చాను. డిసప్పాయింట్ చేసావు మారుతి అని అంటే విల్లన్ నెంబర్ 17 గుర్తుపెట్టుకోండి. కొండపూర్లో ఉంటది కొల్లా లగ్జూరియా, అక్కడికి రండి. 1 week later. പടം തുടങ്ങുന്ന ഒരു ഫ്രീക്ക് സ്വാമി പടം അവിടെ കാട്ടിട്ടാണ്. എന്നിട്ട് മൂപ്പര് ചിരിച്ചിട്ടൊക്കെ കിടക്കണേ. ആരാണ് ചിരിച്ചു? ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഞാനിത് ഓർത്തത്ര ചിരിച്ചെന്നറിയോ? ഇപ്പൊ കണ്ണൻ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ സ്രാങ്കിനെ കണ്ട ഇവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. ദേ ഇപ്പോഴും ഏത് കൊലകൊമ്പനും പെടുക്കും. സ്രാങ്കിനെ കണ്ട് പേടിച്ചിട്ടാ അവന്മാർക്ക് പെടുക്കാൻ മുട്ടുമ്പോ. പിന്നെ മൂപ്പരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ മോർച്ചറിയിലുള്ള ആളെടുത്തിട്ട് മൂപ്പരുടെ ബോഡി കത്തിച്ചിട്ട് അതിന്റെ ചിതാഭസ്മം എടുത്തിട്ട് മൂപ്പര് ഷാപ്പിക്ക് പോവും. അതെ, പുറത്തുനിന്നുള്ള ഫുഡ് ഇവിടുന്ന് കഴിക്കാൻ പറ്റില്ല, എടുത്തോണ്ട് പോ. ഇത് നെയ്മീൻ അച്ചാറിനിട്ട് വെച്ചതോ ചട്ടിച്ചോറോ അല്ല, അസ്ഥിയ. നിന്റെ കഴുത്ത് കടിച്ചു കുടിക്കും. ഒരു തമാശ പറഞ്ഞാലും മനസ്സിലാവൂലേ ബൈ? തമാശയാണെന്ന് ഇപ്പോഴെല്ലാം മനസ്സിലായത് ബായി. പിന്നെ ഷാപ്പി വെച്ചിട്ട് ഫ്രീക്ക് സ്വാമിയുടെ പ്രേതവനെ പിടിച്ചിട്ട് ഇവനെ കാട്ടി കൊണ്ടുപോകും. അവിടെ ഒരു ഗോസ്റ്റ് ഹൗസ് ഉണ്ടാവും. അവിടെ നമ്മളെ പേടിപ്പിക്കാനായിട്ട് ഒരു പൂച്ച സാറൊക്കെ ഉണ്ട്. കണ്ട ചിരി നിർത്താൻ പറ്റില്ല. എടാ മനുഷ്യന്റെ മോനെ നീ VFX തന്നെ നശിപ്പിച്ചൂലടാ. നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ സാധിച്ചു തരും. എനിക്ക് വേണ്ടി ഒരേ ഒരു പ്രാവശ്യം മേടിക്കോ? കാരണം നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പേടിയാവുന്നില്ല. പിന്നെ അവിടെ വെച്ചിട്ട് ഫ്രീക്ക് സ്വാമി അവൻ അടിച്ചു മാറ്റിയ സാധനങ്ങളൊക്കെ താഴെ വെക്കാൻ പറയും. പേഴ്സ്, വാച്ച്, മാല, പാന്റ് എല്ലാം അഴിച്ചു വെക്ക്. കൂടുതൽ സംസാരിക്കാൻ നിന്നാൽ ഞങ്ങളുടെ സമയവും നിങ്ങളുടെ തടിയും പാഴാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡൈനോസർക്കാരുള്ള പഞ്ചായത്ത് കാണിക്കും. അവിടെ ഒരു കോഴിക്കുട്ടനെ ഒരു പെണ്ണിനെ ശല്യം ചെയ്ത് നമ്മുടെ ഡൈനോസർക്കാരുടെ ഡൂപ്പ് കാണും. എടാ ഞാൻ ഡൂപ്പല്ല, മുഖത്ത് വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ടവല് മുഖത്ത് ഇട്ടതാ. പൂക്കളെയും പെണ്ണുങ്ങളെയും സോഫ്റ്റ് ആയിട്ട് മാത്രമേ ഡീൽ ചെയ്യാൻ പാടുള്ളൂ. Few moments later. ഒരു കയ്യബദ്ധം നാറ്റിരുത്. പിന്നെ നമ്മുടെ ഡൈനോസർക്കാരുടെ ഇൻട്രോ സോങ് ആണ്. ഡാൻസ് കളിക്കാൻ വയ്യാത്തോണ്ട് ലോങ് ഷോട്ടൊക്കെ ഇട്ടിട്ട് ഡൂപ്പിനെ വെച്ചിട്ടൊക്കെ ചെയ്യണേ. പിന്നെ കൈരളി TV ലെവലിലുള്ള സോങ് ആണ്. പിന്നെ നമ്മുടെ ഡൈനോസർക്കാരുടെ ഒരു മുത്തശ്ശിണ്ട്. ആൾക്ക് അൾസിമേഴ്സാണ്. പക്ഷെ ആളുടെ ഹസ്സായിട്ടുള്ള നമ്മുടെ ഫ്രീക്ക് സ്വാമിനെ മാത്രം മൂപ്പര് മറന്നിട്ടില്ല ഇതുവരെ. എന്റെ ഈ ഫോട്ടോ കണ്ടായിരിക്കെങ്കിൽ എന്നെ മറക്കാൻ തോന്നോടാ. ഒരു ദിവസം നമ്മുടെ ഡൈനോസർക്കാരും മുത്തശ്ശിയും കൂടി സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ആള് തല കറങ്ങി വീഴും. നമ്മളൊക്കെ ആണെങ്കിൽ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഡൈനോസർക്കാർ അവിടെ ഇരുന്നിട്ട് തമാശയൊക്കെ പറഞ്ഞിരിക്കും. ഇതെന്താ മുത്തശ്ശി ഇവിടെ കിടന്നേ? അർജന്റ് 1/2 കിലോ മല്ലിപ്പൊടി, 1/4 കിലോ കോഫി പൗഡർ, 1/2 പാക്കറ്റ് സിഗരറ്റ്, 2 പാറും ചപ്പൽ നീ വാങ്ങിട്ടോ. അതൊക്കെ ഇപ്പൊ എന്തിനാ ഇഷ്ട? എന്നാ പോയി ആംബുലൻസ് വിളിച്ചോളാം. ഇവിടെ ഒരാള് മരിക്കാൻ കിടക്കുമ്പോ ഹാർമോണിയം വായിച്ച് കളിക്കാം. പിന്നെ വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ ഡൈനോസർക്കാരും മുത്തശ്ശിയും കൂടി ഒന്ന് തല്ലാവും. അപ്പൊ മുത്തശ്ശി ആകെ സെന്റ് ആവും. അപ്പൊ നമ്മുടെ ഡൈനോസർക്കാരിന് വിഷമാവും. BGM ഇട്ടത് നന്നായി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് സെന്റി സീനാന്ന് മനസ്സിലാവില്ലായിരുന്നു. ഇങ്ങേർക്ക് ഈ പടത്തിൽ ലിപ്പാനക്കാൻ വരെ വയ്യ ഗൈസ്. പിന്നെ അടുത്ത ദിവസം നമ്മുടെ ഗാരു വീടിന്റെ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ആ പഞ്ചായത്തിലെ പെണ്ണുങ്ങളൊക്കെ നമ്മുടെ ഗാരുവിന് വായി നോക്കണം. അപ്പൊ ഗാരുവിന്റെ ക്രഷ് ഷാൾ ഊരിയിട്ട് നമ്മുടെ ഗാരുവിനെ ഉടുപ്പിക്കും. അവരൊക്കെ നിന്നെ തന്നെ വായി നോക്കിക്കൊണ്ടിരിക്കുവോ? പെൺപിള്ളേർക്കൊക്കെ നിന്നെ മതി. പിന്നെ അവിടെ വെച്ചിട്ട് ഗാരുവിന്റെ കൂട്ടുകാരന്റെ ടാബിൽ നമ്മുടെ ഫ്രീക്ക് സ്വാമിയുടെ ഫോട്ടോ കാണും. അയാളെ കാണാനില്ല. അപ്പൊ അയാൾ അന്വേഷിക്കാനായിട്ട് പോവാനായിട്ട് തീരുമാനിക്കും. എന്നിട്ട് അതിന്റെ പൈസക്ക് വേണ്ടി ക്രഷിന് സോപ്പിടും. കോമാളിത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഭാസൻ മൊണ്ണയാ, തനി മൊണ്ണയാണല്ലേ പ്രഭാസന്റെ ക്യാരക്ടർ രാജു. പിന്നെ നമ്മുടെ ഗാരു ആ പഞ്ചായത്ത് വിട്ടു പോവും. പിന്നെ വേറൊരു പഞ്ചായത്തിൽ വെച്ചിട്ട് ഒരു അണ്ടർ റേറ്റഡ് ഓപ്പൺ ഹൈമർ ആയിട്ടുള്ള നമ്മുടെ നിധി ചേച്ചിനെ കാണും. നടന്ന് വരുന്ന വരവ് കാണണം. മയിൽ പറന്ന് വരുന്ന പോലെ. പിന്നെ അവളെ കണ്ട് ക്രഷ് അടിച്ചിട്ട് അവളുടെ പിന്നാലെ പോവും. പിന്നെ അവിടെയുള്ള ആൾക്കാരെ മൊത്തം വെറുപ്പിക്കും. അതെന്താ മുതലാളി? സാഹിബണ്ണ, നിങ്ങൾ മറ്റേ പുള്ളിക്കാരൻ നടന്നു വന്നപ്പോ നാക്കിട്ടൊരു പരിപാടി കാണിച്ചില്ലേ? കൊള്ളാം, നല്ല വാ. നീ കണ്ട? ഞാൻ കണ്ടു. അതൊക്കെ എന്റെ ചെറിയ ഒന്നുകൂടെ കാണിച്ചു തരൂ.
സൂപ്പർ. പിന്നെ അവിടെ വെച്ചൊരു ഹാർട്ട് ഇഷ്യൂ ഉള്ള ഒരു കൊച്ചിനെ നമ്മുടെ ഗാരു കാണും. അപ്പൊ എന്നാ ഗാരു ആ കൊച്ചിന് വേണ്ട പൈസയൊക്കെ കൊടുക്കും, എന്നിട്ട് ഒരു ഫോട്ടോ കൊടുക്കും. എന്റെ ഈ ഫോട്ടോ നിങ്ങൾ ഇവിടുത്തെ എല്ലാ ഏരിയയിലും ഫ്ലെക്സ് അടിച്ച് വെക്കണേ. പിന്നെ രാത്രി കരേക്കൂടെ നടക്കുന്ന സമുദ്രക്കനീനെ കാണിക്കും. മൂപ്പര് കയ്യില് പാമ്പെടുത്തിട്ട് അത് വെച്ച് കളിക്കുക. എന്റെ എത്ര കളി കണ്ടിട്ടുള്ളതാ നീ, ഒടുക്കത്തെ ഈ കളി കൂടി നീ ഒന്ന് കാണും. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. പിന്നെ മോണിക്ക അമ്മ ഡൈനോസർക്കാര് കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് പള്ളിക്ക് പോവും അവളെ കാണാനായിട്ട്. സത്യം പറയല, കച്ചറ ലുക്ക് മാറുന്നേ ഇല്ല. വിഗ് അടക്കം വാക്സ് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, പക്ഷെ കച്ചറ ലുക്ക് ഈസ് കച്ചറ ലുക്സ്. പിന്നെ നമ്മുടെ ഗാരു പള്ളിയുടെ ഉള്ളിൽ കയറും. അപ്പൊ അവിടുത്തെ അച്ഛനോട് അവളെവിടെയാണെന്ന് ചോദിക്കും. അപ്പൊ അച്ഛൻ പറയും ഈ യൂണിവേഴ്സിൽ കന്യാസ്ത്രീമാരാണ് കുമ്പസാരിപ്പിക്കുക, അവള് കുമ്പസാരക്കൂട്ടിൽ ഉണ്ടാവും പറയും. എന്നിട്ട് നമ്മുടെ ഗാരു അങ്ങോട്ട് പോയിട്ട് കോഴിത്തരം കാണിക്കും. അയ്യോ, എനിക്ക് നന്നിട്ട് വേദനിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവള് നമ്മുടെ ഗാരുവിനെ വിളിക്കും. ആ ഫ്രീക്ക് സ്വാമി അവളുടെ അടുത്ത് വന്നിട്ട് LED ബൾബ് കത്തിച്ചിട്ട് അവളുടെ പൈസ എടുത്തു എന്ന് പറയും. ഫ്ലാഷ് ലൈറ്റ് ആയിട്ടും ഈ ലൈറ്റ് യൂസ് ചെയ്യാം. എനിക്ക് ഇങ്ങേരുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇങ്ങേരുടെ മീശയാണ്. കീട്ടിലെ സാധനം. എന്നെ പറ്റി എത്ര പൊഴുത്തി പറഞ്ഞു കേട്ടാലും എനിക്ക് മതിയാവില്ല, അതിന്റെ ഒരു വീക്ക്നെസ്സാ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗാരു ഇരിക്കുന്ന ചായക്കടയിൽ ഒരു പെട്ടി നിറച്ച് പൈസയും കൊണ്ട് ഒരു ഫ്രീക്ക് ചേച്ചി വരും. അപ്പൊ എന്നെ ആ പെട്ടി ഒരു കള്ളനടിച്ചു മാറ്റും. അപ്പൊ നമ്മുടെ ഡൈനോസർ ഗാരുവിന്റെ ഡൂപ്പ് അവനെ പിടിക്കാൻ പോവും. പ്രേമാനന്ദന് പകരം ഡ്യൂപ്പ് ചെയ്യുന്നോണ്ട് എന്തായാലും ക്ലോസ് വെക്കാൻ പറ്റത്തില്ല. അത് ശരി. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നേ. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ഈ ഫൈറ്റിൽ മൂപ്പര് നടക്കുന്നത് വരെ ഡൂപ്പ് വെച്ചാ. എടാ എന്റെ മുട്ടിന് സീനാടാ, നടക്കാൻ പറ്റൂല. പിന്നെ നമ്മുടെ ഗാരു ഒരു ചങ്ങല എടുത്തിട്ട് ആ ബൈക്കുമുള്ള ആൾക്കാരൊക്കെ എടുത്ത് എറിയും. നമ്മളാരാ മോൻ? നീ പുലിയല്ലടാ. ആ സ്ലോ മോഷനിൽ നടന്നു വരുമ്പോ തട്ടിയടിച്ച് വീഴുമെന്നുള്ള പേടിയുണ്ടായിരുന്നുള്ളൂ എനിക്ക്. നമ്മുടെ ഗാരുവിനെ കണ്ട് പേടിച്ചിട്ട് ഉമാര് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറും. അപ്പൊ നമ്മുടെ ഗാരു റോക്കറ്റ് പൊന്തി വരുന്ന മാതിരി പൊന്തി വരും. ആ കാണുന്ന ബിൽഡിങ്ങിന്റെ 10ാമത്തെ നിലയിൽ നിന്ന് ചാടി ഈ ബിൽഡിംഗ് ലാൻഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. വിട്ടില്ല പഠിച്ചോനെ നിങ്ങള് കാത്തോളി ഒറ്റ വിളിയാണ്. ഇഞ്ചിലെങ്ങനെ പറക്കാണ്. ഏത് നമ്മളെ എയറോപ്ലെയിൻ വിട്ടേ ജയിലിക്ക. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. പിന്നെ നമ്മുടെ ഗാരു ആ പെട്ടി എടുത്തിട്ട് അവൾക്ക് കൊടുക്കും. എന്നിട്ട് രാത്രി വെള്ളം അടിച്ചിരിക്കുന്ന സമയത്ത് അവൾ അങ്ങോട്ട് ഒരു പ്രേതത്തിന്റെ സാരിയൊക്കെ എടുത്തിട്ട് വരും. അയ്യോ, കണ്ണു കാണാൻ വയ്യേ. എന്നിട്ട് ഫ്രീക്ക് ചേച്ചീനെ നിധി ചേച്ചിയായിട്ട് ഗാരുവിന് തോന്നും. വെറുതെ വൃത്തിയേട് കാണിക്കരുത്. ഞാൻ ചുമ്മാ ദൈവത്താണിട്ടുണ്ട് എന്താ കാണ. പിന്നെ നമ്മുടെ ഗാരും ഫ്രീക്ക് ചേച്ചിയും കൂടി അപരാധിക്കാനായിട്ട് പോവും. ഇത് ഞാൻ പറഞ്ഞേ, കുറെ ഇന്റിമേറ്റ് സീൻസ് ഉണ്ട്, ലോട്ട്സ് ഓഫ് പ്ലക്കിംഗ്. പിന്നെ നമ്മുടെ ഗാരുവിന്റെ മുത്തശ്ശി ഗാരുവിനെ തപ്പി വരുമ്പോ കുറച്ച് പിടിച്ചു പറിക്കാർ അറ്റാക്ക് ചെയ്യും. അപ്പൊ അങ്ങോട്ട് നമ്മുടെ ഫ്രീക്ക് ചേച്ചി വന്നിട്ട് അവളെ രക്ഷിക്കും. പിന്നെ അങ്ങോട്ട് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം തല്ലികൊള്ളി വരും. എന്നിട്ട് ഗാരുവിന്റെ ഒരു അടി കിട്ടും. അപ്പൊ അവന്റെ തല ഭൂമിയുടെ ഉള്ളിലേക്ക് പോവും. അല്ല ഇത് എന്നിട്ട് ഗാരുവിന്റെ തല ചെറുതായിട്ട് ബൾബിനെക്കാളും ചെറുതായ. പിന്നെ ഒരു ദിവസം സമുദ്രക്കനി നമ്മുടെ ഗാരുവിനെ ഫോളോ ചെയ്യും. അപ്പൊ ഗാരു അവനെ അങ്ങ് ഇടിച്ചു കൂട്ടും. അപ്പൊ അങ്ങേര് പറയും, എടാ നിന്റെ അപ്പൂപ്പനടാ ഈ പടത്തിലെ വില്ലൻ, ഞാൻ ഫ്ലാഷ് ബാക്ക് പറയാന്ന് പറയും. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ഫ്രീക്ക് സ്വാമി ഒരു പിച്ചക്കാരനാണ്. ഗാരുവിന്റെ മുത്തശ്ശി ഒരു രാജകുമാരിയാണ്. ഫ്രീക്ക് സ്വാമി അവിടെ വെച്ചിട്ട് ആ റാണിയുടെ കൈമ കയറി പിടിക്കും. അപ്പൊ എന്നെ അവിടെയുള്ള ഒരു ഇടിച്ചു കൂട്ടും. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. ആൾക്കാരെ തല്ലിയതിന്റെ കലിപ്പിൽ നമ്മുടെ ഫ്രീക്ക് സ്വാമി ഒരു കോക്കാച്ചിനെ ചെന്ന് കണ്ട് പവറായിട്ട് ആ രാജകുമാരീനെ കൈവശം കൊടുത്ത് മയക്കിയിട്ട് ആ രാജ്യത്തിന്റെ സ്വത്തൊക്കെ അടിച്ചു മാറ്റിയിട്ട് മൂപ്പര് ട്രെയിൻ കയറിയിട്ട് പോവും. നിങ്ങളിപ്പോൾ ചോദിക്കുക രാജാക്കന്മാരുടെ കാലത്ത് എങ്ങനെ ട്രെയിനിന്ന്, കാരണം ഇതൊരു പേട്ടപ്പടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് കേട്ടിട്ട് കലിപ്പായിട്ട് നമ്മുടെ ഡൈനോസർക്കാരും ആ ഗോസ്റ്റുള്ള സ്ഥലത്തേക്ക് പോകും. അപ്പൊ അവിടെ ഒരു ലോഡ് പൈസ ഇരിക്കണം. എന്നിട്ട് അതുമ്മ തൊടുമ്പോ നമ്മുടെ ഫ്രീക്ക് സ്വാമി വന്നിട്ട് 10 പൈസ ഞാൻ തരില്ലട മനുഷ്യന്റെ മോനെ എന്ന് പറയും. എന്റെ കാലശേഷവും ഈ കാണുന്നതെല്ലാം ഞാൻ മാത്രമേ അനുഭവിക്കാം. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ. പിന്നെ നമ്മുടെ ഫ്രീക്ക് സ്വാമി ഒരു പുകയായിട്ട് നമ്മുടെ ഗാരുവിന്റെ അടുത്തേക്ക് വരും. ഗാരുവിന്റെ മുഖത്ത് എക്സ്പ്രഷൻ ഒന്നും വരാത്തോണ്ട് മൂപ്പര് നാണം കെട്ടിട്ട് അവിടുന്ന് പോകും. എന്നിട്ട് എന്നെ കണ്ടിട്ട് യാതൊരു കുലുക്കൂലല്ലോ നിനക്ക്? എന്നെ കണ്ടിട്ട് പേടിയാവണില്ലേ?
സത്യമായിട്ട് ഞാൻ എന്റെ ഉള്ളിൽ ഒത്തിരി പേടിക്കുന്നുണ്ട്. എന്നെ കണ്ടിട്ട് ഒരു കിഴങ്ങനെ പോലെ തോന്നുന്നില്ലേ? പിന്നെ നമ്മുടെ ഗാരു ഫ്രീക്ക് ചേച്ചിനും കൊണ്ട് റൂമിക്ക് പോവും അവരാധിക്കാനായിട്ട്. ഈ പ്രേത വീട്ടിൽ അവൾ എന്നിട്ട് കുളിച്ചിട്ട് സാരിയൊക്കെ മാറിയിട്ട് വരും. പിന്നെ ഇവർ അവരാധിക്കും. ഈ ഒറ്റ സീനിൽ മാത്രമേ നമ്മുടെ ഗാരു ഡൂപ്പിടാണ്ട് ചെയ്തേക്കണേന്ന് എനിക്ക് തോന്നണേ. പിന്നെ മോർണിംഗ് ആവുമ്പോ മറ്റേ പെണ്ണും ആ ഗോസ്റ്റ് ഹൗസിക്ക് വരും. പിന്നെ നമ്മുടെ ഗാരു ആ 2 പെണ്ണുങ്ങളും വെച്ച് കലാപരിപാടി സ്റ്റാർട്ട് ചെയ്യും. യക്ഷിയുടെ മറവിൽ സ്ത്രീകൾ വരുന്നു, ജപങ്ങൾ മുറക്കി നടക്കുന്നു. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. തനിക്ക് എന്നോട് ആ ബെഡ്ഷീറ്റിനടി ഇരിക്കാൻ പറ്റുമോ? മുത്തശ്ശ, ഒരു 2 മിനിറ്റ് ഗ്യാപ്പ് താ. അത്രക്ക് ഇമ്പോർട്ടന്റ് കാര്യ. പ്ലീസ് മോനെ കളിക്കടാ കളിക്കടാ മോനെ മോനെ കളിക്കടാ മോനെ കളി. അത് കഴിഞ്ഞിട്ട് ആ ഗോസ്റ്റ് ഹൗസിക്ക് ഒരു മെന്റലിസ്റ്റ് വരും. അയാളുടെ പുസ്തകമൊക്കെ എടുത്തിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്ന സമയത്തേക്കും ഫ്രീക്ക് സ്വാമി അങ്ങേരെ എടുത്ത് പുറത്തേക്ക് എറിയും. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ഗാരുവിന്റെ നാട്ടിലെ ക്രഷ് അങ്ങോട്ട് വരും. ഇത് എന്നിട്ടത് പ്രേത വീട് അല്ലെങ്കിൽ കാട്ടിൽ പ്രേതങ്ങൾ നടത്തണ ഓയോ റൂമാ. ഫെബ്രുവരി മാസം എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് പ്രണയ ദിനമാണ്. ഓയോ റൂമിലെ ഉറകൾ ഒരു വാലന്റൈൻ പ്രണയ കാവ്യം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രീക്ക് സ്വാമിയുടെ പ്രേതം നമ്മുടെ ഡൈനോസർ ഗാരുവിന്റെ മേത്ത് കയറും. എന്നിട്ട് ഒരു ആന്റി ഗ്രാവിറ്റി ഫൈറ്റ് നടത്തും കുറച്ച് ആൾക്കാരെ ക്രിയേറ്റ് ചെയ്തിട്ട്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഗാരു അവിടെയുള്ള പൈസ കത്തിക്കാൻ പോവും. അപ്പൊ ഫ്രീക്ക് സ്വാമി ടെലിപ്പോർട്ട് ചെയ്തിട്ട് മുത്തശ്ശിയുടെ കാല് കത്തിക്കുന്ന രീതിയിലേക്ക് ആക്കും. അപ്പൊ മൂപ്പരുടെ കിളി പോവും. ഇത് പണിയാവോ? എന്റെ അമ്മാച്ചന്റെ തേങ്ങ വീണപ്പോഴും ആദ്യം ഇതുപോലെ ആയിരുന്നു. കുറച്ചേരത്തേക്ക് ബോധം പോയി. പിന്നെ പുള്ളിയുടെ കാറ്റും പോയി. അത് കഴിഞ്ഞിട്ട് ഫ്രീക്ക് സ്വാമി അവനെ കൊല്ലാനായിട്ട് ഒരു മുതലേനെ അയക്കും. നമ്മുടെ ഡൈനോസർ ഗാരുവിന് എന്ത് മുതലേനെ ഇടിച്ചു കൂട്ടും. അണ്ണൻ ചാടി എണീറ്റ അവരുടെ തോളത്തെ കൂടെ പ്രതിഭയാണ്, പ്രതിഭാസമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രീക്ക് സ്വാമി വലുതായിട്ട് വലിയ കോക്കാച്ചിയാവും. അപ്പൊ നമ്മുടെ ഡൈനോസർ ഗാരു LED ബൾബൊക്കെ കത്തിച്ചിട്ട് ആളെ ഇടിച്ചു കൊല്ലും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പടം കഴിയും. ആരും ആ പടം പോയി കാണണ്ട. അതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. മാരുതി കം ടു മൈ റൂം. ഞാൻ ഒരു പുതിയൊരു കോള് കേട്ടോ വന്നേക്കാ. ഞാനൊരു പഴയ കോള് വെച്ചിട്ടുണ്ട്. കിട്ടിയ സമയത്ത് ഞാൻ വന്നത്.